വണ്ടി വേണമെന്നില്ല, വണ്ടിയുടെ കാറ്റ് കയറി തോന്നും. ആ ഈ റോഡ് നേരെ ഒഴുക്കാത്തൊരു പൊസിഷനിൽ നിർത്തണേ. അരമണിക്കൂർ പേടിച്ചു പോയ എടാ, ഇങ്ങനെ പേടിക്കാതടാ. ഇങ്ങനെയൊക്കെ പേടിച്ചാൽ എങ്ങനെ? അതൊക്കെ നല്ലതാണ് ഇങ്ങനെ പേടിക്കണത്. ഇത് എന്താ നടക്കണം? വണ്ടി ഇടിച്ചു തന്നു. FIK Gaming bro, thank you so much for the 5 Eagle Gaming membership. Thank you so much. ടയർ മൊത്തം പൊട്ടിയാടാ, ഇതിന് ടയർ മൊത്തം പൊട്ടിയാടാ ബ്രോ. താങ്ക് യു സോ മച്ച്. ട്രക്കിന് ടയറില്ല, ട്രക്കിന് ടയറില്ല. വൈഫോട്ട് ഒത്തിരി പോകണ്ട. അടുത്ത വണ്ടി പീഴി ആൾ കയറുന്നേ, ഡ്രൈവർ കയറുന്നേ, വണ്ടിക്കകത്ത് ഡ്രൈവർ കയറുന്നേ. നൈസറാ നൈസറാ. അവൻ അങ്ങനെ കില്ലെടുക്കണമെന്നും അങ്ങനെ അവൻ മാക്സിമം ടീമിന് വേണ്ടിട്ട് ഇങ്ങനെ കോള് വിളിക്കുക, അവർക്ക് മാക്സിമം കാണിച്ചു കൊടുക്കുക. അതാണ് മുമ്പേ ബ്രോന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ഏറ്റവും ബെസ്റ്റ് റിപ്ലൈ. ഓടി 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 ലെഫ്റ്റ് പോയി, ലെഫ്റ്റ് പോയി. ഈ മല നിങ്ങളുണ്ട് അടിച്ചോളാം. അവിടെ വണ്ടി കയറാൻ പോണേ. ട്രക്ക് ഒന്ന് എടുത്തരാ. ഈ മല വന്ന് ഈ മല മല ഇറങ്ങി അടിക്കാം. ട്രക്ക് എടുക്കാൻ പറ്റുമോ? ട്രക്ക് 5 മിനിറ്റ് ഹോൾഡ് ആണ്. ട്രക്ക് എടുക്കാൻ പറ്റുമോ? ഡിഫൻസിന്റെ എടുക്കാം. മലക്ക് മേലെ പറഞ്ഞോ. മല കേറി അടി അവനെ. അവൻ എവിടെ എന്തോ
എന്താ മല കയറണ This is for Chandra, you stupid monkey face. Consignment on hold. ഞാൻ ഇത്ര വന്നില്ല, ഞാൻ അയ്യപ്പനൊന്നും കണ്ടിട്ട് വരാം ഒരു മിനിറ്റ്. ഈശ്വരാ ഇവിടെ ഒരു വീഡിയോ ആയിരുന്നു കാക്കണേ. ഇവിടെ ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ സോറിയും പറഞ്ഞിട്ടാണല്ലോ പോയത്. എല്ലാം കൃപ. മല കയറിയൊക്കെ അടിക്കുന്നു. ഗണേശ ശരണം ഗണേശ ഏകദന്തനേ ലംബോദരനെ വിശ്വമോഹനെ ഗണേശ ശരണം. അതാണ് നാമം ചൊല്ലാനൊക്കെ അറിയാലേ. പിന്നെ ഞാൻ കത്തേ നല്ലൊരു ദൈവം പെട്ടെന്ന് വിളിക്കുന്ന. നീയൊക്കെ എങ്ങനെയാ ജീവിച്ചിരിക്കുന്നത് ആലോചിക്കണ. ചീത്താരെ ദൈവം പെയ്യേ എടുക്കത്തുള്ളു. അതാ പറഞ്ഞ നീയൊക്കെ അപ്പൊ ഒരു 200 വയസ്സ് വരെ ജീവിക്കും. ഓ 200 വയസ്സ് വരെ ജീവിക്കാനാ. FIKSL Gaming Bro, thank you so much for the 1 Eagle Gaming membership. 150 വയസ്സ് വരെ ജീവിച്ചായിരുന്നു. Shimithras Bro, thank you so much for the 1 Eagle Gaming membership. Thank you so much. അതറിയത്തില്ലാണോ? എന്താടാ അപ്പൂപ്പൻ 120 വയസ്സ് വരെ ജീവിച്ചായിരുന്നു. അപ്പൊ നിന്നെയൊക്കെ വലിയ ഫ്രോഡ്. ഫ്രോഡ് എ ക്ലാസ് ഫ്രോഡ്. അടിച്ചു നല്ല നാച്ചുറൽ ഡെത്ത് അല്ലല്ലേ? This is for Chandra. വീഡിയോ ചെയ്താ You stupid monkey face. ഞാൻ ഇവനോടാ പറഞ്ഞേ, ഡീമനോട്. കേട്ടില്ല. ഞാൻ ഡീമനോടല്ല പറഞ്ഞ. ഇപ്പൊ നന്നായി കളിച്ചു. കണ്ണാപ്പിക്ക് ചത്തളിയ കണ്ണാപ്പി ഞാൻ പീഡിയുടെ അടുത്ത് പറഞ്ഞില്ല ഗൈസ്. ഞാൻ പീഡിയെ വിളിച്ചിട്ട് പീഡിയുടെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഡീമനോടാ പറഞ്ഞേ. ഡീബൻ ഒരു വണ്ടി എന്നെ പിക്ക് ചെയ്യോ? ഇപ്പൊ പോലീസ് വണ്ടി എടുക്കാം. ആര് ചോദിക്കാനാ? സത്യം ആര് ചോദിക്കാൻ? എന്നാ എടുക്കണ, നമുക്ക് പോലീസ് വണ്ടി കളിക്കാൻ. ബാക്കി ഹോൾഡ് അല്ലേ? ഹോൾഡ് ഇടുമ്പോ എടുക്കാൻ പാടില്ലടാ. ബാനാ കേട്ടോ അതൊക്കെ. ഞാൻ എടുത്തില്ല. പൊന്തിയിലോടെ റിപ്പയർ കിറ്റ് ഉണ്ടോ? ഹലോ ഇല്ല റിപ്പയർ കിട്ടില്ല. റിപ്പയർ കിറ്റ് ഉണ്ടോ? ഇവിടെ വെള്ളം 20 കൂടെ ഉള്ളു. എന്താടാ കേട്ടില്ല? ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞ. ഇവിടെ വെള്ളം കുടിച്ചും തിന്നും മനുഷ്യൻ ഒരു ബാക്കി 3 അല്ലേ? ഗ്രൂപ്പാടാ. അണ്ണന് ഞാൻ സാധനം തരട്ടെ. സിറ്റിയിൽ കിട്ടാറില്ല. അണ്ണന്റെ ഉണ്ടോ അറിഞ്ഞൂടാ, കാണാതിരിക്കുന്നത്. ഇത് മറ്റേ SRയുടെ കോമഡി ഇറക്കാൻ നീ കൊറേ വട്ടം എന്റെ തന്നതാ. 4 വട്ടം തന്നെ തന്നില്ലേ? ഞാൻ തന്നല്ലേ 4 വട്ടം. ശരിയാ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ അണ്ണന് പഴം തന്നില്ലേ? കൈ നോക്കിയുണ്ട് എന്റെ കയ്യിലോട്ട് ഉരുക്കാനാ. ഒരേ അടിച്ചാ നീ ചത്തു കൂടാ കണ്ണാപ്പി. ഈ ഡ്രൈവേഴ്സിന് റിപ്പയർ കിറ്റ് എപ്പോഴും കൊണ്ടുപോകൂടെ? ഞാനത് റേഡിയോ ചോദിക്കാം. ഈ ഡ്രൈവേഴ്സിന് റിപ്പയർ കിറ്റ് എപ്പോഴും കൊണ്ടുപോകൂടെ? ഈ ഡ്രൈവേഴ്സിന് റിപ്പയർ കിറ്റ് എപ്പോഴും കൊണ്ടുപോകൂടെ? ചോദിച്ചിട്ടുണ്ട് 3 തവണ ചോദിച്ചിട്ടുണ്ട് ബ്രോ. ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാര് 2 പേര് 3 പേര് ചത്തുപോയി. നമുക്ക് 3 ഡ്രൈവർമാരേ ഉള്ളൂ. 3 ഡ്രൈവർമാര് ചത്തുപോയി. കിട്ടിയാ? പിന്നെ എത്ര കിട്ടിയില്ല. വിഫായിപ്പോ 6500 DP ആക്കിയില്ലേ? അതിപ്പോ മൗസ് തൊടുമ്പോഴേ അങ്ങ് അപ്പുറത്തെ മോണിറ്ററിലോട്ട്. You are fake. Yes, I am fake. എനിക്ക് അരി കിട്ടിയതറിയാ? ഭരചന്ദ്രനാണോ? ഇവിടെ പറയാ എനിക്ക് കിട്ടിയത് സഹദേവനാന്ന്.
സഹദേവനാ സാധാരണ അറിഞ്ഞൂടെ നമ്മളിന്ന് അപരാധിക്കുന്ന പുള്ളി അവൻ എടാ അങ്ങനൊന്നും പറയലടാ, നമ്മുടെ സിറ്റിയിലെ പേടിയല്ലേടാ. വിചാരിച്ചാ അവൻ എന്തൊക്കെയാ പറയുന്നത്. എടാ എന്നാലും പേടിയല്ലേടാ. അതെ സഹദേവൻ അങ്ങേര് എന്താ പറയാ അദ്ദേഹം എന്തിനിപ്പൊ കൺസ്യൂമറിന്റെ ഹോൾഡ് ഇട്ടതാ? അത് പറഞ്ഞില്ലല്ലോ ദൈവം ഒന്ന്. ശവം എടുക്കാൻ വന്നതാണോ സാറേ? ഈ പിങ്ങിലുള്ള വണ്ടി ആരെയാടാ? സാറേ സാറ് പിന്നെ തിരിച്ചു വന്ന് അതാണോ ഹോൾഡ് ഇട്ടേ? സാറ് ഞാൻ തല്ലിയാണല്ലോ വന്നത്. അല്ലല്ല, അതിന് മുമ്പ് വീഡിയോ ഉണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോ. ഓ അങ്ങനെ. അതിപ്പോ രണ്ടിട്ടും മരിച്ചു സാറ്. ഹലോ, ഹലോ നിങ്ങളുടെ പ്ലേസിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. എടാ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും ഈ മാർക്കിൽ വേണം. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഈ മാർക്കിൽ വരാൻ ദൈവം വിളിച്ചു പറഞ്ഞു. ഈ മാർക്കിൽ വാ. അണ്ണ ഇവൻ മല കയറി ഓടുമ്പോ ഇവന് ചന്തിക്കടിച്ച് ഞാൻ തോന്നുന്നു. ഇവരെ പറ്റില്ലേ ഓർത്ത് വന്നാലും പുള്ളി ഇതെല്ലാം കേൾക്കുന്നുണ്ടോ വന്നാലും നിനക്ക് കിട്ടുന്നില്ല. ജയിലിൽ കൊണ്ടിട്ട് പൊള്ളാത്തൊക്കെ പുള്ളി. മിസ്റ്റർ നീൽകണ്ഠ് ഇവിടെ ഉണ്ടല്ലേ. നിങ്ങളുടെ ഒരു പ്ലെയർ വീഡിയോ ഹോൾഡ് ഇട്ടുണ്ടായിരുന്നു. അതാ ഹോൾഡ് നീല വണ്ടി ഏതാ? ഇതാണ് വണ്ടി മന്ദാരത്തിനെ നാളെ സ്റ്റേഷനിൽ കൊണ്ട് ലാത്തി കയറ്റുവേ. ഇമാര് നിർത്തി ഫൈറ്റ് ചെയ്തില്ല, ഓടിക്കൊണ്ടിരിക്കും ഇങ്ങനെ. സത്യം സത്യം സത്യം. എന്നാലും ഇവിടെ കുത്താൻ മനസ്സ് കാണിച്ചവൻ ഏതവനാന്തോ. 4-5 പേര് അവിടെ നിൽക്കുമ്പോഴേ ഇന്നലത്തെ പോലെ ആർക്കുണ്ടോ ബ്രോ? ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഇതിന്റെ ഒരു ഫ്ലോ ഇങ്ങനെയാ. അതായത് നമ്മളിപ്പോ എല്ലാ ദിവസവും നമുക്ക് ഒരു RP ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ മാത്രം പറ്റില്ല. കാരണം ഇതൊരു ഗ്യാങ്ങാ. മനസ്സിലായി? ഗ്യാങ്ങിന് കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പൊ ഗ്യാങ് വാർ, കൺസൈൻമെന്റ്, ടർഫ്, ബോഗ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മനസ്സിലായത്? നമ്മൾ ഇതെല്ലാം ആ ഒരു ഫ്ലോയിൽ കൊണ്ടുപോയാൽ പറ്റില്ല. എല്ലാ ദിവസവും ഇവന്മാരെ പിടിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. അതാണ് അപ്പൊ അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. That's why I am fake. I hope you get the answer. That's why I am fake. You are the best. Thank you. I am the best. Yes, I know. നമ്മൾ രണ്ടുപേരും ഡൗൺ. നമ്മുടെ രണ്ടുപേരും അണ്ണൻ ഓക്കെ അല്ലേ? ഞാൻ അബ്നോർമൽ ആണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിങ്ങള് കുത്തുന്ന സമയത്ത് അടുത്ത പ്രാവശ്യം ഓൺ ഫുട്ട് എന്ന് പറഞ്ഞിട്ട് കുത്തിയാ മതി. മാർക്കറ്റ് സ്വന്തം ഇന്നലത്തെ RP സ്ക്രിപ്റ്റ് ആണോ ബ്രോ? നമ്മുടെ ഓഡിയൻസിന് അറിയാം. ഞങ്ങള് ത്രെട്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറ് മാത്രമേ ഉള്ളൂ. അല്ല, നീ ചോദിച്ചതിനുള്ള ഒരു ഇത് പറയാണേ. അത് പുതിയ ഓഡിയൻസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഇന്നതുപോലെ വരണം, ഇന്നതുപോലെ അവിടെ വന്ന് ഞാൻ വരുന്ന സമയത്ത് NBC അനങ്ങാതെ നിന്ന് തരണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വാർ തുടങ്ങിയോ? ഞാൻ ഇവിടെ സൈലന്റ് ക്ലാസ് എടുത്തോണ്ടിരിക്കണം. പൊസക്കിയാലോ ഇറങ്ങി ഓപ്ഷൻ ഇല്ലല്ലോടാ. ഗ്യാങ് വണ്ടി പോയാൽ ചത്തുവേ. ഇനി ഇവനെ ഒറ്റയ്ക്ക് കിടന്ന് ഓടിക്കണോ? കുത്തിയടാ. ഓപ്പൺ ലെയർ വീണ്ടും പിടിക്കുന്നേ.
അയ്യോ കണ്ണാപ്പി കണ്ണാപ്പി എന്റെ കണ്ണാപ്പി നീ പോയോടാ നീ ചത്തോടാ നീ എടാ നിന്റെ നെഞ്ചിരിക്കുന്നുണ്ടാ കണ്ണാപ്പി ഇതൊന്ന് മോവ് പറഞ്ഞ ഡയലോഗ് അല്ലേ ട്രക്ക് എവിടെ ഇല്ല വണ്ടി പൊട്ടത്തില്ല എടുക്കട്ടെ വണ്ടി കയറാൻ പറ്റുമോ പിന്നെ കണ്ണാപ്പി വരണടാ അതാരാ എനിക്കിത് എവിടെയാ അണ്ണാ എത്ര പെക്കടിച്ചു എടാ പോടാ ഇവിടുന്ന് ഞാൻ ലൈവ് ഒന്നും ചെയ്യുമ്പോ വെള്ളം അടിക്കാറൊന്നുമില്ല പോടാ ഇവിടുന്ന് ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കാറേ ഇല്ല അങ്ങനത്തെ ആ ഹലോ PD വെഹിക്കിൾസ് ഡി വി PD വെഹിക്കിൾസ് ഒന്ന് ഡി വി ചെയ്തേക്കട്ടാ. എന്റെ ആരോ വന്ന് കൊണ്ടുപോകണം എന്റെ വണ്ടി ഇറക്കി വിട്ടെ ഹലോ എന്നെ PD വണ്ടി ഇറക്കി വിട്ടെ നാട്ടുകാർ കാണും ഇവിടെ വേറെ ഗ്യാങ്സിന്റെ ഒക്കെ തടി കിടക്കണേ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുവാണേ എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോണേ എടാ എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോണേ ഹലോ എന്നെ PD വണ്ടിയിൽ ഇറക്കി വിട്ടത് പെട്ടെന്ന് വരുമോ ഇവിടെ വേറെ ഗ്യാങ് ഒക്കെ നിൽക്കുന്നത് എനിക്ക് നാണക്കേടുണ്ട് ഇവിടെ നിൽക്കാൻ പെട്ടെന്ന് പറഞ്ഞേ ഹലോ കേക്കാവോ നമസ്കാരം നല്ലായിരുന്നു അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാത്തിനെയും പഞ്ഞിക്കിടാൻ പറ്റി TV 238 ജസ്റ്റ് എൻ്റെ കൂടെ വന്നിട്ട് അസറ്റ് ഒന്ന് വെരിഫൈ ചെയ്യാവോ? ഓ ഷുവർ സോ ഈ വെഹിക്കിളിനകത്ത് 61 ഗണ്ണ് കാണും. ആ വെഹിക്കിളിനകത്ത് 9 ഗൺസും 7000 പോഷൻ ബേസും കാണും. ഓക്കെ മന്ദാരം ഒന്ന് വന്നേടാ ഇങ്ങോട്ട് 1 2 3 4 5 അപ്പം 10 15 20 25 30 നമ്മുടെ മീറ്റിംഗ്സിന് ഫാമിലി ഹെഡ്സെറ്റ് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം 50 ഇടയ്ക്കിടയ്ക്കൊക്കെ എക്സെപ്ഷൻ തരാം, പക്ഷെ എപ്പോഴും അത് എന്തോ കേട്ടില്ല മാക്സിമം ഫാമിലി ഹെഡ്സ് വരിക. അയ്യോ, എക്സെപ്ഷൻ തരാൻ പറ്റും. അതെന്താന്ന് പറയാ നമ്മുടെ കോ-ലീഡർ ഉണ്ടല്ലോ, നമ്മുടെ കോ-ലീഡർ എന്നെ മൊത്തത്തിൽ പറഞ്ഞു വിട്ടു ഇവിടുന്ന്. ഓ എന്ത് പറ്റി? ദൈവത്തിനെ തള്ളക്കി വിളിച്ച്. അതുകൊണ്ട് പുള്ളിക്ക് ഇത് വരാൻ പറ്റിയില്ല, അതാണ് മെയിൻ പ്രശ്നം. അല്ലെ പുള്ളിയെങ്കിലും വന്നേനെ. നമ്മള് AP സിറ്റിയൊക്കെ ഒന്ന് വികസനപ്പെടുത്താൻ വേണ്ടിട്ട് ഏതോ പാർട്ടിയിൽ ജോയിൻ ചെയ്തു പുള്ളി. അപ്പൊ പുള്ളി അതിന്റെ തിരക്കിലാണ്, അതാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ഓടാൻ വേണ്ടിട്ടേ. മനസ്സിലായില്ല? അടുത്തതിന് ഞാൻ തന്നെ വരാം. എടാ ഇതിനകത്ത് 61 കണ്ണുണ്ട്, ഞാൻ വെരിഫൈ ചെയ്ത്. അതിനകത്ത് ഒന്ന് നോക്കിയടാ, പോഷൻ ബേസ് ഇതും കറക്റ്റ് ആണോ? പുള്ളിയുടെ ചിരി കൊള്ളാമോ? അപ്പൊ ശരിക്കും ചന്ദ്രൻ വരില്ലേ ബ്രോ? ചന്ദ്രൻ തെറി വിളിച്ച അഡ്മിൻ ഇല്ലേ, ആ അഡ്മിന് ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ചന്ദ്രന്റെ ബാൻ പുള്ളി ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ചന്ദ്രന് വരാൻ പറ്റത്തുള്ളൂ. അത് വെളി സംസാരിക്കുന്നുണ്ട്. റൂൾസ് എല്ലാവർക്കും കൂടെ ഒരുപോലെ ബ്രോ. ഓ കൺസൈൻമെന്റ് കാണാം ഉറപ്പായിട്ട്. അപ്പൊ നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത പരിപാടിക്ക് കാണാം. നമോവാകാം. പറയടാ, നീ നല്ലപോലെ ലേറ്റ് ആയി. എടാ ജൂടെ വണ്ടി ഇരിക്കോ? ഞാൻ ഓടിക്കാം. ഇപ്പൊ നമ്മുടെ മെയിൻ പരിപാടി തന്നെ ഇതാണ്, ട്രക്ക് ഓടിക്കലാണ്. ഞാൻ തടിയെടുത്ത് വെച്ചിട്ടുണ്ട്, രാത്രി ഡെലിവറി ചെയ്യണം. എന്തിനാ തെറി വിളിച്ചേ? തെറി വിളിച്ചല്ല ബ്രോ, തെറിയല്ല അവൻ വിളിച്ചത്. ആ കേറിയില്ലേ?
തെറി വിളിച്ചതല്ല ബ്രോ, തെറി വിളിച്ചതല്ല. അവൻ കൊണക്കല്ലേ എന്ന് പറഞ്ഞു അഡ്മിൻ്റെ അടുത്ത്, മനസ്സിലായോ? അതാണ് പ്രശ്നം. ലൈക്ക് അത് ചെയ്യാൻ പാടില്ല. അഡ്മിൻസിൻ്റെ അടുത്ത് ആ ടോണിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. സീറോ ഡിലേക്ക് നമ്മൾ കൊടുത്തേക്കുന്ന ഗ്യാങ് ഹൗസ് ആണ്. നമ്മുടെ ഗ്യാങ് ഹൗസിൻ്റെ ഈ ബാക്ക് സൈഡ് എക്സ്റ്റൻഷൻ എല്ലാം കൊടുത്തേക്കുന്നത് സീറോ ഡിലേക്കാണ്. രായനാണ് അവരാ ചെയ്യുന്നത്. എടാ എടാ ഈ ഗണ്ണ് മൊത്തം എടുത്തൊന്ന് മേളിലോട്ട് കൊണ്ടുവന്നിട്ട് 61 ഗണ്ണൊന്ന് മേളിലോട്ട് കൊണ്ടുവന്നില്ല ബോസ് ലോക്കറിനോട്ട്.